യെസ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഫ്രഷാണ്. ഏകദേശം പോയി നോക്കണം. സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുക. തണുപ്പ്, രാവിലെ തണുപ്പ്, ഉച്ചയ്ക്ക് ശേഷം ചൂട്. അങ്ങനത്തെ ഒരവസ്ഥയാണ്. ജസ്റ്റ് ഇവിടെ തന്നെ ഇരിക്കുന്നു, നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിന് കുഴപ്പമില്ലാതെ പോകുന്നു. കാരണം സൈഫൈയും നമ്മളെല്ലാം കുഴപ്പമില്ലാതെ പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമില്ലാതെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം കഴിച്ച് കഴിഞ്ഞ് ശരം കൂടി എടുത്തതാ. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എല്ലാം സെറ്റാണ്. ഇനിയിപ്പോഴൊന്നും ആളൊന്നും ചെക്കിങ്ങിനൊന്നും വരാൻ ചാൻസ് കുറവാണ്. ആൾക്കാരൊക്കെ ഇനി പറഞ്ഞത് കുറവായിരുന്നു. ഒരു 30 ദിവസത്തേക്ക് ആൾ പറഞ്ഞത് കുറവായിരുന്നു. കുറച്ച് ആൾക്കാരെ വരുള്ളൂ. ഫസ്റ്റ് ടൈം പോകുന്ന ഒരു പ്രീതിയാട്ടാ. നോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റെപ്പിൽ തന്നെ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. അടുത്ത് ഉച്ചയ്ക്ക് കഴിക്കാൻ സമയമാവാറ്. അടുത്ത നേരം പോയി ഇന്നലെ ഉണ്ടാക്കിയ ബിരിയാണി തന്നെ കഴിക്കുന്നത്. അത് തന്നെ ഞാൻ അതും കഴിച്ചിട്ട് അവിടെ ഇരിക്കണം. കുറച്ച് കഴിച്ചിട്ട് ഇതിനനുസരിച്ച് ഫോൺ കൊണ്ട് ചാർജ് കയറണം. അത് തന്നെ. ഇപ്പം എല്ലാം കുഴപ്പമില്ലാതിരിക്കുന്നു. ലെവല് എല്ലാം പയ്യെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അടുത്ത് പോയി ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കും. അതെ, കുഴപ്പമില്ല. എന്നുള്ള സെറ്റാണ്. ഞാൻ അത്രയും വീഡിയോ എടുക്കാത്ത പറഞ്ഞാൽ നല്ല ലെന്തായിപ്പോവും ചിലപ്പോൾ. കാരണം പുറത്ത് പോകാനുള്ളതുകൊണ്ട് എന്തായാലും പുറത്ത് പോകണം. അവനെ എടുത്തിട്ട് പുറത്ത് പോകണം. യെസ്, കട വരെ പോകണം. കാരണം അവൻ നോമ്പെടുക്കുന്നുണ്ട്. അവന് നടക്കാൻ പറ്റില്ല സാധനം വാങ്ങിക്കാൻ. അതാണ് കാര്യം. ഇപ്പോൾ ഒന്ന് ചെടിയിലേക്ക് ഒന്ന് എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇന്നലെ എടുത്തില്ല. ചെടിയിലെടുത്ത് മറന്നു. ഞാൻ എടുത്തെന്ന് വിചാരിച്ചു. എന്നിട്ട് പോയി ചെടിക്ക് ഒന്ന് ചെറുതായിട്ട് വെള്ളം ഒഴിച്ചു പറഞ്ഞു. കാരണം വെള്ളം ഒഴിക്കണത് പോലും ഇടാത്തത്. ഇതുണ്ടാ അടുത്ത ഒരു മറ്റേ ഇതിലൊരെണ്ണം പൂ വന്നു കേട്ടോ. ഇതിൽ കണ്ട അല്ലാണെങ്കിൽ എന്തോ സാധനമായിട്ട് കടിച്ചു. എൻ്റെ വേദന ഇതുവരെയും പോയിട്ടില്ല. എന്നിരുന്നാലും കടിച്ചെന്ന് അറിഞ്ഞൂടാ. ഭയങ്കര വേദന. ജസ്റ്റ് ഒന്ന് ഇപ്പം ചെടിക്കൊന്ന് വെള്ളം ഒഴിച്ചു പറഞ്ഞു. ടെമ്പറേച്ചർ നല്ല കൂടുതലാണ്. കരിഞ്ഞ് തന്നെ തുടങ്ങി ചെടികൾ. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാം. സാധനം വാങ്ങിക്കാനുണ്ട്. അതും വാങ്ങിക്കാൻ വേണ്ടി പുറത്തുനിന്ന് പോകണം. അറിയാം. അതിന് മുമ്പ് ഫുള്ളൊന്ന് നോക്കട്ടെ. ഒന്നും കൂടി നോക്കട്ടെ. കമ്പ്യൂട്ടർ ബേസും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യും. അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത് ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു. അത് ചിലപ്പോൾ 1 മണിക്കൂറിനകത്ത് ചെയ്യും എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഒന്നും കൂടി ഒന്ന് ഫുള്ള് ചെക്ക് ചെയ്ത് സെറ്റ് ചെയ്യണം. അത് തന്നെ നല്ല സെറ്റാണ്. വേറെ കുഴപ്പമില്ല. ജസ്റ്റ് ഫോൺ കൊടുത്തൊന്ന് ഇറങ്ങിയാൽ മതി. പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെയിലാട്ടാ, ഭയങ്കര ചൂട്, വെള്ളം ഭയങ്കര തണുപ്പും, പുറത്ത് ടെമ്പറേച്ചർ കൂടുതൽ, സൂര്യൻ്റെ ചൂട് കൂടുതൽ. അതാണ് കാര്യം. നേരെ പോയി കട വരെ ഒന്ന് പോവുക, സാധനം വാങ്ങിക്കുക. ചെയ്യുന്നു. അയ്യോ, ഡെയിലി പോകണം ഇപ്പോൾ. അതാണൊരു കാര്യം. പിന്നെ വീഡിയോ എടുക്കാം. പുറത്തുള്ള റെസ്റ്റിംഗ് പ്ലേസൊക്കെ കാണിച്ചു തരാം. അത് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ലല്ലേ. കാണിച്ചു തരാം. എത്താറായത് റെസ്റ്റിംഗ് പ്ലേസ് ഈ പാറയിൽ. ഇവിടെ ഇരിക്കും, ഇതിലും ഇരിക്കും. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പൊടി പയ്യന്മാർ വന്നിരിക്കുന്നതാണ്. ഞാനൊക്കെ ഇവിടെ വന്നാണ് റെസ്റ്റ് ചെയ്യണം. നടന്ന് പോയിട്ട് വരുമ്പോൾ തളരും. കാലിൻ്റെ ഇടയിൽ പിന്നെ ഇങ്ങനെ നടക്കുമ്പോൾ അതും തട്ട് കിട്ടും. പിന്നെ മടുത്ത് അവിടെ തന്നെ ഇരിക്കുന്നത് കുറച്ച് നേരം. ഇനി നേരെ പോവുക, സാധനം വാങ്ങിക്കാൻ പോവുക. പിന്നെ ഒരു സ്ഥലം കൂടി കൊണ്ടിരിക്കുക.
അതും കാണിച്ചു തരാം. പാർക്കിൽ അങ്ങനെ വലുതായിട്ട് ഞാൻ പോകൂല. ഇന്നലെ കാണിക്കാൻ വേണ്ടി കയറിയതാണ്. ഞാൻ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ നാളെ മറ്റന്നെ ഒന്നും കൂടി പോകുമ്പം പാർക്കിനകത്ത് കൂടി വെള്ളമുണ്ട്. അതായത് ഇതേ വെള്ളം തന്നെയാണ്, പാർക്കിനകത്ത് നല്ല ഡിസൈനിൽ ചെയ്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ട രീതിയിലും സെറ്റപ്പ് അടിച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് എടുത്തു തരാം. ഇവിടെയാണ് അടുത്തിരിക്കുന്ന സ്ഥലം. ഇതെവിടെയെങ്കിലും ഇരിക്കും, അത് വെള്ളം നോക്കിക്കൊണ്ടിരിക്കും. ഇത് തന്നെ അടുത്ത ഹോബി. ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇന്ന് ആളുണ്ട് കേട്ടോ, നടന്നുകൊണ്ടിരിക്കുന്നവർ. യെസ്, ഞാൻ ആദ്യം പോട്ട് കടവരൊന്ന് പോട്ട്. മുമ്പത്തെ വീഡിയോയിൽ എന്തോ എപ്പോഴുള്ളതിലും ഒരെണ്ണത്തിയുണ്ട് വെള്ളത്തമരം. അതോ ഒരു വീഡിയോയിലുണ്ട്, എനിക്ക് തന്നെ ഓർമ്മയില്ല. എപ്പോഴും ഞാൻ പുറത്ത് പോയപ്പോൾ എടുത്തുള്ള വീഡിയോ ആണത്. ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഏകദേശം ജംഗ്ഷൻ എത്താറായി. അല്ല, ജംഗ്ഷൻ എത്തി, കുറച്ചും കൂടി ഉള്ളു. അതായത് ഈ സമയത്തൊക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെ, ഈ റോഡ്. ഇന്ന് ആൾ കുറവ്. അതിനെ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ എപ്പോഴും പുതിയ ടയറാന്ന് തോന്നുന്നു ഇട്ട് കൊടുക്കണം. ഞാൻ എപ്പോഴും കണ്ട ഇതിന് പുതിയ ടയറാണ്. കണ്ട 2 രൂപയാണ് ഇതിനു വേണ്ടിയാണ് പോയത്. അത് ശെത്തി ഇതിനു വേണ്ടി ഇതിനുവേണ്ടിയാണ് പോയത്. അങ്ങനെ പോണ കാര്യങ്ങൾ. നേരെ എത്താറായി. ആ ബാക്കിലുള്ള ബിൽഡിങ് അത് തന്നെ. കളർ അടിപൊളിയാണ് കേട്ടോ, ചുവപ്പ് കളർ. ഞാൻ ഇതിൽ നല്ലൊരു പോയിന്റ് കൊടുക്കാം. ഏകദേശം ഒരു 10 കളർ ബേസിൽ ഞാനൊരു 9-9.5 കൊടുക്കും. കളർ അടുത്തെന്ന് പറഞ്ഞാൽ പോയി ലൈറ്റൊക്കെ ഓണാക്കി ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. അത് തന്നെ നോക്കട്ടെ. കോൾ വിളിച്ച് പറഞ്ഞത് അതൊക്കെ സെറ്റ് ചെയ്ത്, വേറെ കുഴപ്പമില്ല. പിന്നെ ബാക്കി നോക്കാം. കമ്പ്യൂട്ടർ ബേസ് എല്ലാം സെറ്റാണ്, വേറെ കുഴപ്പമില്ല. നമ്മളത് ഇന്നേറ്റ് ശലം കൂട്ടിയാൽ മതി. അത് ഇനിയിപ്പോൾ ഇപ്പം പ്രഷർ കൊടുത്ത് വിട്ടിട്ടില്ല. പിന്നെ സൈഫ അത് ശലം കൂട്ടണം. അത് അവൻ ടൈം നോക്കി അവൻ കൂട്ടിക്കോളും. ബാക്കിയെല്ലാം സെറ്റാണ്, ഓക്കെയാണ്. ഇനി റോജ മുറിക്കാൻ ടൈം ആവാറായി, അതിന് അങ്ങോട്ട് പോകും. മുറിക്കുന്ന സമയം കഴിയാം അതെ. ഇനി ഇവിടെ നേരെ പോയി അവിടെ പോയി ഇപ്പം ഫുഡ് കഴിച്ചിരുന്നേ ഉള്ളൂ. ഞാൻ അവിടെ പോയി ഒന്നും കൂടി നോക്കണം. ഞാൻ അവിടെ തന്നെ ഇരിക്കും ഒരു 9 മണി വരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങ് വരെ ഉള്ളൂ. പിന്നെ അപ്പം അതൊക്കെ കഴിച്ചിട്ട് അതൊക്കെ തന്നെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല, അത് തന്നെ പരിപാടി. ഓക്കെ എന്നാൽ.